ഹായ് ഫാൻസ്, വെൽക്കം ടു ഗ്രാമദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇത്തിരി ക്യാബേജോ അല്ലെങ്കിൽ ക്യാരറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അപ്പം ഞാനതിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബീൻസ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ കോളിഫ്ലവർ ചേർക്കാം, മുട്ടയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പുഴുങ്ങിയ മുട്ട കേട്ടോ, എന്നും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ വേവിക്കാൻ വെക്കുന്ന പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇട്ട ശേഷം ഇനി അതിൽ ഉപ്പ്, കുരുമുളക്, കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിച്ചു നോക്കാനും നല്ലൊരു നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റൂ ആണ്, വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബീൻസും ക്യാരറ്റൊക്കെ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊടിച്ചത്. അപ്പോൾ അത് സാധാരണ കുരുമുളക് ചതച്ചതാണെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പൊടിച്ച കുരുമുളകാണ് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പകുതി വേവാവുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളത്തിൽ വേവിക്കുക. കാരണം സ്റ്റൂ നമുക്ക് ഒന്നില്ലെങ്കിൽ നല്ല കുറുകിയ ടൈപ്പിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൂസാക്കിയിട്ട് എടുക്കാം. ഓരോരുത്തർ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് വേവിച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ ഇടുന്നതുകൊണ്ട് അതിന് വേവുണ്ട് അല്ലേ. നമ്മൾ വെറും ബീൻസും ക്യാരറ്റും അല്ല, ഉരുളക്കിഴങ്ങ് ഇടുന്നതുകൊണ്ട് ആ ഒരു വേവ് അതിന് വേണം. അപ്പോൾ അത് വെന്തതായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത ശേഷം നമ്മൾ ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. നന്നായി വന്നു വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, സവാള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി തിളച്ച ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഒന്നില്ലെങ്കിൽ 2-ാം പാൽ ഒഴിച്ച് ഒന്ന് വേവിച്ച് അധികം വേവിൻ്റെ ആവശ്യമില്ല, കഷ്ണങ്ങൾ ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ 2-ാം പാലും അല്ലെങ്കിൽ 1-ാം പാലും അതിന് ശേഷം ഇത്തിരി ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് 2-ാം പാലിൻ്റെയും 1-ാം പാലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഇതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ നന്നായി വേവിച്ചില്ലെങ്കിൽ ഈ ചൂട് കാലത്ത് നമുക്കത് ചീത്തയെ പോവുകയും ചെയ്യും. അപ്പം ഞാൻ 1-ാം പാലിൻ്റെയും 2-ാം പാലിൻ്റെയും ഇടയ്ക്കുള്ള അത്യാവശ്യം കുറുകിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളത് കഷ്ണങ്ങൾ അതിൽ കിടന്ന് ഒന്ന് വേവുമ്പോഴേ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും നമുക്ക് അപ്പത്തിനും ഇത് ബെസ്റ്റ് സംഭവമാണ് കോമ്പിനേഷൻ. എന്നും ഇഡ്ഡലിക്കും ദോശയ്ക്കും സാമ്പാറും ചമ്മന്തിയും ചട്നിയൊക്കെ കഴിക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും ഈ വെജിറ്റബിൾസൊക്കെ എല്ലാ കുട്ടികളും കഴിക്കാനും ഇത് നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്